ജനവികാരം പണം കൊണ്ട് മറികടന്നു. കോടികൾ വാങ്ങി MLA മാരായി. KC കോൺഗ്രസ് MLA-മാർക്ക് എങ്ങനെയാണ് പ്രിയങ്കരനായത് എന്നൊരു ചോദ്യം ചിലപ്പോൾ സാധാരണ ജനങ്ങൾ പലവട്ടം ചോദിച്ചതാണ്. കാരണം കേരളത്തിൽ അങ്ങനെയൊന്നും അത്രയൊന്നും വലിയ പഴക്കമില്ലാത്ത, വന്ന് പരിചയമില്ലാത്ത, അങ്ങ് ഡൽഹിയിൽ സോണിയാഗാന്ധിയോടൊപ്പവും പ്രിയങ്കാ ഗാന്ധിയോടൊപ്പവും രാഹുലിനോടൊപ്പവും ഒക്കെ സാറ്റ് കളിച്ച് നടക്കുന്ന KC വേണുഗോപാലിനെയാണ് എല്ലാവർക്കും അറിയാവുന്നത്. ഇപ്പോൾ പെട്ടെന്നൊരു മുഖ്യനാവാൻ വന്നപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ് MLA-മാരുടെ ഭൂരിപക്ഷം MLA-മാരും KCക്ക് കൈ ഉയർത്തിയത് അതെന്തുകൊണ്ടാണ് എന്ന് സത്യത്തിൽ പൊതുസമൂഹം ചിന്തിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത്രത്തോളം പ്രിയങ്കരനായത് KC കോൺഗ്രസ് MLA-മാർക്ക്? ഓരോ മണ്ഡലത്തിലും കൊടുത്തത് 2 കോടി വീതമാണ്, മറക്കരുത്. അത് വാങ്ങി MLA ആയവർ പിന്നെ എങ്ങനെയാണ് ഈ KCയെ തള്ളിപ്പറയുന്നത്? കർണാടകയിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും ഒക്കെ കോടികൾ വാങ്ങിച്ചെടുത്തു. അങ്ങനെ ഇടതിൻ്റെ പണാധിപത്യത്തെ പ്രതിരോധിച്ചു എന്ന് അവകാശവാദം ഉന്നയിച്ചു. അപ്പോൾ ആരാ മഹാൻ? പണം കൊടുത്തവനല്ലേ മഹാൻ? ജനവികാരം അങ്ങനെ പണം കൊണ്ട് മറികടന്നു KC. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെടുവാനുള്ള പ്രധാന കാരണങ്ങൾ ഒന്ന് പണത്തിൻ്റെ അഭാവമായിരുന്നു എന്ന് പിന്നീട് വിലയിരുത്തലുണ്ടായി. പോസ്റ്റർ ഒട്ടിക്കാൻ പോലും പണമില്ലാത്ത വിഷമത്തിലായിരുന്ന അക്കാലത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കടന്നുപോയത് അന്ന് പണമില്ലാത്തതിൻ്റെ പേരിലായിരുന്നു. മുസ്ലിം ലീഗിനായിരുന്നു താരതമ്യേന മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടായിരുന്നത്. ഇത്തവണ ഭരണത്തിന്റെ തണലിൽ LDF-ഉം കേന്ദ്രത്തിന്റെ പിന്തുണയിൽ BJP-യും വലിയ രീതിയിൽ പണം ഒഴുക്കിയപ്പോൾ കോൺഗ്രസ് സത്യത്തിൽ പിടിച്ചു നിന്നത് AICC-യുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ബദൽ നീക്കങ്ങളിലൂടെയാണ്. KC നിയുക്ത കോൺഗ്രസ് MLA-മാർക്ക് പ്രിയങ്കരനായതും അതുകൊണ്ട് തന്നെയാണ് എന്ന് ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ 2 കോടി വാങ്ങി പോക്കറ്റിലിട്ടവൻ 50 ലക്ഷമെങ്കിലും ചെലവാക്കിയാൽ നന്നായി, ഇല്ലെങ്കിൽ ഒരു 1.5 കോടി വീട്ടിൽ കാണും. അങ്ങനെ വേണുവിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി MLA-മാരായവർ KC അല്ലെങ്കിൽ വേണുഗോപാലിനല്ലെങ്കിൽ മറ്റാർക്ക് വേണ്ടിയിട്ടാണ് കൈ ഉയർത്തുക? തെലങ്കാനയിൽ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും കർണാടകയിൽ DK ശിവകുമാറും വഴി കോടികളുടെ പണമാണ് വേണുഗോപാൽ കേരളത്തിലെത്തിച്ചത്. ഓരോ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കും ഇതുവഴി 2 കോടിയോളം രൂപ കിട്ടിയെന്നാണ് അറിയുന്നത്. അപ്പോൾ ഇതോടെ പ്രചാരണ ചെലവിന് നെട്ടോട്ടമോടേണ്ട അവസ്ഥ ഇല്ലാതായി. മാത്രമല്ല, ഓരോ സ്ഥാനാർത്ഥിയുടെയും പ്രശ്നങ്ങൾ അറിഞ്ഞ് കൃത്യമായിട്ടുള്ള ഫോളോ അപ്പും KC വേണുഗോപാൽ നടത്തി എന്നുള്ളതാണ്. എന്നാൽ VD സതീശനാവട്ടെ മണ്ഡലത്തിൽ വന്ന് പ്രസംഗിച്ചു പോകുന്നതിനപ്പുറത്തേക്കൊന്നും ചെയ്തതുമില്ല. പുറമേ ചിത്രത്തിൽ ഇല്ലായിരുന്നുവെങ്കിലും സ്ഥാനാർത്ഥികളുടെ ജയത്തിന് വേണ്ട എല്ലാ ചരടുവലികളിലും നടത്തിയത് KC വേണുഗോപാലാണ്. പക്ഷെ അന്നേ വേണുവിന് വളരെ കൃത്യമായിട്ടുള്ളൊരു അജണ്ട ഉണ്ടായിരുന്നു. ഈ MLA-മാർക്ക് പണം കൊടുത്താൽ ഇവന്മാർ നാളെ MLA-മാരായി വന്നു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി കൈ ഉയർത്തുമെന്ന്. അപ്പോൾ മണ്ടന്മാരുടെ ഒരു ഗ്യാങ് ആണല്ലോ ഈ ഹൈക്കമാൻഡ് എന്ന് പറയപ്പെടുന്നത്. ആ മണ്ടന്മാരുടെ മുമ്പിൽ MLA-മാരുടെ കൈയെണ്ണി മുഖ്യമന്ത്രി ആവുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഈ ഫണ്ടൊക്കെ ഈ സ്ഥാനാർത്ഥികൾക്ക് നൽകിയത് KC വേണുഗോപാൽ. ഇതൊന്നും അറിയാതെ രാവോളം അല്ലെങ്കിൽ പകല് മുതൽ രാവ് വരെ പ്രസംഗവേദികളിൽ നിന്ന് പ്രസംഗവേദികളിലേക്ക് സതീശൻ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു, ജനങ്ങളെ ഇളക്കിക്കൊണ്ടേയിരുന്നു. പക്ഷെ അവിടെ ഇങ്ങനെ ഒരു ചതി നടക്കുന്ന കാര്യം അയാൾ അറിഞ്ഞതുമില്ല. അപ്പോൾ അവിടെ ഈ ഫണ്ട് വാങ്ങിയ ചില കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇപ്പോൾ KC-ക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് കേട്ടോ. VD സതീശനെ രാഷ്ട്രീയമായിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് KC ശ്രമിക്കുകയാണ് എന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ പറയാതിരിക്കാൻ കഴിയുമോ? ഇപ്പോൾ KC-ക്ക് അനുകൂല തരംഗം ഉണ്ടാക്കാനായിട്ട് പ്രമുഖ വാർത്താ ചാനലുകൾക്കും ഓൺലൈൻ പോർട്ടലുകൾക്കുമായിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ PR ഏജൻസികൾ നൽകി എന്നുള്ള ആക്ഷേപമുണ്ട്. എൻ്റെ തല എൻ്റെ മുഖം എന്നൊക്കെ പറഞ്ഞ് മാത്രം നമ്മൾ പിണറായിയെ കുറ്റം പറയുമ്പോൾ അതേ പരിപാടി തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി വേണുഗോപാലനും ഇവിടെ കേരളത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിന് പിന്നിൽ സതീശനെ വെട്ടാനുള്ള ഒരു വലിയ ആയുധമായിരുന്നു, ഒരു വലിയ ചതിയായിരുന്നു നടന്നത് എന്ന് മനസ്സിലാക്കാൻ 4-ാം തീയതി വരെ വേണ്ടി വന്നു എന്നുള്ളതാണ്. മെയ് 4-നാണ് അത് തിരിച്ചറിവുണ്ടായത്. ദേശീയ തലത്തിൽ സ്വാധീനമുള്ള ഒരു പ്രമുഖ ചാനലിന് 2 കോടി രൂപയും വിവാദങ്ങളുടെ വാർത്തകൾ നിറഞ്ഞ കേരളത്തിലെ മറ്റൊരു പ്രമുഖ ചാനലിന് 1.5 കോടി രൂപയും പ്രതിഫലമായി നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള PR വർക്കുകൾ നടക്കുന്നതെന്ന് VD അനുകൂലികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതിനു പുറമെ സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ മാധ്യമങ്ങളിലും സതീശനെതിരെ പ്രചാരണം നടത്താൻ പണം കൊടുത്തിട്ടുണ്ട് എന്ന് അടക്കം പറഞ്ഞു വരുത്തുന്നുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം നൽകിയില്ലെങ്കിൽ
വി ഡി സതീശൻ പാർട്ടി വിടുമെന്ന തരത്തിലുള്ള വാർത്തകൾ വരെ പ്രചരിപ്പിക്കാനാണ് PR ഏജൻസികൾ മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശമെന്നാണ് BD അനുകൂലികൾ അടക്കം പറയുന്നത്. KC വേണുഗോപാലിന്റെ സെക്രട്ടറിയും വിശ്വസ്തരായിട്ടുള്ള രണ്ടുപേരുമാണ് കൊച്ചിയിലെത്തി മാധ്യമ പ്രതിനിധികളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത് എന്നും പണം വിതരണം ചെയ്യുന്നതും വാർത്തകൾ തയ്യാറാക്കി നൽകുന്നതും ഇവരുടെ മേൽനോട്ടത്തിലാണ് എന്നുള്ള ആരോപണമടക്കം പുറത്തു വന്നു കഴിഞ്ഞു. പക്ഷേ ഇതൊന്നും ശരിയല്ല എന്നാണ് KC പക്ഷം പറയുന്നത്. പടിപടിയായിട്ട് ഉയർന്നു വന്ന KC വേണുഗോപാലിന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായിട്ടുള്ള ഹൃദയബന്ധമാണ് നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷമായത് എന്ന് അവർ പറയുന്നു. ഒരു കാര്യം ഉറപ്പാണ്, KC വേണുഗോപാലിന് ചിലപ്പോൾ ഈ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായിട്ടുള്ള ഹൃദയബന്ധം ഉണ്ടായിരിക്കാം. കാരണം പണം കൊടുത്താൽ അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും വീഴുന്ന കോൺഗ്രസ്സുകാരന്മാരാണല്ലോ ഈ MLA-മാരായി വരുന്നവർ, അതല്ലെങ്കിൽ അതിന് മുൻപുള്ള നേതാക്കന്മാർ. ഇവർക്കൊക്കെ KC വേണുഗോപാലുമായിട്ട് ബന്ധം കാണും, KC വേണുഗോപാലിന് ആ നേതാക്കളുമായിട്ട് ബന്ധം കാണും. പക്ഷേ KC വേണുഗോപാലിന് ഇല്ലാതെ പോയത് ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ്. അതുണ്ടാക്കിയെടുക്കുവാനുള്ള വലിയ ശ്രമങ്ങളൊക്കെ കപ്പ പുഴുങ്ങി തിന്നും അപ്പം ഉണ്ടാക്കി കഴിച്ചുമൊക്കെ ചില നമ്പറുകളൊക്കെ ഈ തിരഞ്ഞെടുപ്പിന്റെ ചില സമയങ്ങളിൽ വേണുഗോപാലൻ കാണിച്ചു കൂട്ടുകയും ചെയ്തു. ജനങ്ങളോട് ആത്മാർത്ഥമായി അടുപ്പമില്ലാത്തവർ കാണിക്കുന്ന എന്ത് പ്രഹസനവും ജനങ്ങൾ തിരിച്ചറിയും വേണുഗോപാല. അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷമൊക്കെ നേടിയെടുത്ത് മുഖ്യമന്ത്രിയാകാം, മുഖ്യമന്ത്രിയായി ഭരിക്കുകയും ചെയ്യാം. പക്ഷേ ഇനി 6 മാസം കഴിഞ്ഞ് തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ചിലപ്പോൾ വിജയിച്ചു എന്നും വരാം. അങ്ങനെ ഭരണം നിങ്ങൾ തുടർച്ചയായി 5 വർഷം കൊണ്ടുപോയെന്നും വരാം. പക്ഷെ അതിനുശേഷമുണ്ടല്ലോ മത്സരിക്കാനായി കച്ചകെട്ടണ്ട. മത്സരിക്കാനായി ഒരു കോൺഗ്രസ്സുകാരനും ചതിച്ചവന്മാർ കേരളത്തിന്റെ മണ്ണിൽ വന്ന് മലയാളിയോട് വോട്ടിരക്കുകയും വേണ്ട. മടങ്ങിപ്പോകാം. തീർന്നു, അവസാനിച്ചു കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന ചരിത്രം. കാരണം ജനവികാരം പണം കൊണ്ട് മറികടന്നവനാണ് നീ. കോടികൾ വാങ്ങി MLA-മാരായവന്റെ പിൻബലത്തിലും ഭൂരിപക്ഷത്തിലും മുഖ്യമന്ത്രിയായവനാണ് നീ എന്ന് ജനം നിന്നെ വിധി എഴുതും.